സ്വാഗതം ചെയ്യുന്നു. സംസ്ഥാനം ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് സംഭാവന ചെയ്ത KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റ് Advocate Vishnu Mohanji and Shri Suraj Raviji, all my distinguished colleagues here on stage, sisters, brothers, UDF workers who are present here, I welcome you to this meeting. So I was saying in the meeting which I attended just before this one, that whenever I come here to Kerala, I feel happy. ഞാൻ ഇവിടെ എത്തുന്നതിന് മുൻപ് ഉള്ള യോഗത്തിൽ പങ്കെടുത്തപ്പോൾ ഞാൻ പറയുകയാണ്, എനിക്ക് എപ്പോഴെല്ലാം കേരളത്തിൽ വരാൻ സാധിക്കുന്നു അപ്പോഴെല്ലാം എനിക്ക് വലിയ സന്തോഷമാണ് ഉള്ളത്. My brother Rahulji used to say this to me when he used to come back from Wayanad. എൻ്റെ സഹോദരൻ രാഹുൽജി വയനാട്ടിൽ നിന്ന് തിരിച്ചു വരുമ്പോഴെല്ലാം അദ്ദേഹം ഇത് പറയുമായിരുന്നു. And I didn't fully understand his sentiment. പക്ഷെ എനിക്ക് അപ്പോഴും അദ്ദേഹത്തിൻ്റെ ആ വികാരം എന്താണെന്ന് മുഴുവനായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല. But now that I have been MP from Wayanad for the last 1 year, a little bit more, I completely understand and share what he feels. About our state actually, I should say. ശരിക്കും ഞാൻ നമ്മുടെ സംസ്ഥാനം എന്നാണ് പറയേണ്ടത്. And the most beautiful thing is that you see this beauty in every little thing. അതിൽ ഏറ്റവും മനോഹരമായ ഒന്ന് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഈ പറയുന്ന മനോഹാരിത എന്തിലേക്ക് നോക്കിയാലും അതിൽ കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. You have a shared cultural heritage. നിങ്ങൾക്ക് വലിയ ഒരു സാംസ്കാരിക പാരമ്പര്യമുണ്ട്. This of course is the land of Sri Narayan Guruji, ഇത് ശ്രീനാരായണ ഗുരുവിന്റെ നാടാണ് എന്നുള്ളതറിയാം. who deeply inspired Mahatma Gandhi. മഹാത്മാഗാന്ധിയെ ഏറ്റവും അധികം സ്വാധീനിച്ച ഒരു വ്യക്തിത്വമായിരുന്നു നാരായണ ഗുരുജി. And who instilled in this land, in your social fabric, the ideas of equality, of brotherhood, of friendship. ഈ നാട്ടിൽ ഇന്നും It is your state in which people of every religion have lived for centuries together peacefully in love and in friendship. നമ്മുടെ ഈ നാട്ടിലാണ് ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് നമ്മുടെ ജനങ്ങൾ പരസ്പരം മതത്തിൻ്റെയും എല്ലാം അപ്പുറത്ത് ഒരുമിച്ച് സൗഹാർദ്ദത്തോടുകൂടി ജീവിച്ചിരുന്നു. You are blessed with richness of nature, of culture, with the sea. നമ്മൾ ഈ നാട്ടിലെ കടലിൻ്റെ, അതുപോലെ തന്നെ നമ്മുടെ പ്രകൃതിയുടെ, നമ്മുടെ സംസ്കാരത്തിൻ്റെ എല്ലാം വലിയ ഒരു പാരമ്പര്യം പേറുന്നവരാണ്. With the teachings of great revolutionary teachers and religious masters. നമ്മുടെ ഏറ്റവും വലിയ സാമൂഹ്യ പരിഷ്കർത്താക്കളുടെയും നമ്മുടെ ആചാര്യന്മാരുടെയും എല്ലാം പഠനങ്ങൾ അല്ലെങ്കിൽ അവരുടെ ദർശനങ്ങൾ ശ്രവിച്ചവരാണ് നമ്മൾ. And as I said, it is your spirit that is represented in each one of you. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ ആ സാംസ്കാരിക പാരമ്പര്യത്തിന്റെ എല്ലാം മൂല്യമാണ് നിങ്ങളെ ഓരോരുത്തരെയും പ്രതിനിധാനം ചെയ്യുന്നത്. I go to a hospital in Delhi, I will meet a nurse from Kerala. Very sophisticated ways in many ways. I see the spirit of Kerala. ഞാൻ വയനാട് ഗോത്രവർഗ വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരെ കാണുമ്പോൾ അവരുടെ ഏറ്റവും ലളിതമായ എന്നാൽ ഏറ്റവും വലിയ ഒരു സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള രീതിയിലുള്ളവരുടെ ജീവിതം കാണുമ്പോൾ അവിടെയും ഞാൻ ഈ കേരളത്തിന്റെ ആത്മാവിനെ കാണുന്നുണ്ട്. In their respect for nature, in the way that they treat the ecology around them, ways that the world is turning to today, the modern Western world is now adopting things that they have been doing for centuries. ഇന്ന് പാശ്ചാത്യ രാജ്യങ്ങളെല്ലാം ഈ പ്രകൃതിയിലേക്ക് മടങ്ങുക എന്നുള്ളതിലേക്ക് മാറുമ്പോൾ നമ്മുടെ ജനങ്ങൾ അല്ലെങ്കിൽ ആ ഗോത്രവർഗത്തിൽപ്പെട്ടവർ അവർ പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്നുകൊണ്ട് അവരവരുടെ പരിസ്ഥിതിയെ സംരക്ഷിച്ചുകൊണ്ട് ആയിരക്കണക്കിന് വർഷങ്ങളായി നമുക്ക് കാണിച്ചു തന്ന വഴി തന്നെയാണ് എന്ന് ഞാൻ ഓർക്കുന്നു. In their ways there is the spirit of Kerala. അവരുടെ വഴികളിലും ആ കേരളത്തിന്റെ ആത്മാവിനെ നമുക്ക് കാണാൻ സാധിക്കും. In the hundreds of educational institutions and the Islamic Muslim charity foundations that they are doing so much good work for young children and young people, I see the spirit of Kerala. The pride of the beautiful temples and the Tayyam, I see your spirit. നിങ്ങളുടെ അമ്പലത്തിലുള്ള തെയ്യം പോലെയുള്ള ഏറ്റവും പ്രൗഢഗംഭീരമായ കലകൾ കാണുമ്പോൾ അതിലും കേരളത്തെ ദർശിക്കുകയാണ്. In the thousands and thousands of Catholic sisters who serve people who are poorer, who are less fortunate than themselves, with the spirit of peace and goodness and kindness
within their hearts, I see your spirit. നമ്മുടെ അരികുവൽക്കരിക്കപ്പെട്ട പാപപെട്ട മനുഷ്യരായിട്ടുള്ള നൂറുകണക്കിന് ആൾക്കാരെ അവർ ഇവിടുത്തെ ക്രൈസ്തവ സഭയിൽപ്പെട്ട കന്യാസ്ത്രീകൾ അതുപോലെ തന്നെ ഉള്ളവർ അവർ പരിചരിക്കുന്നത് കാണുമ്പോൾ, അവരുടെ ദയ കാണുമ്പോൾ, കാരുണ്യത്തോട് അവരോട് ഇടപെടുന്നത് കാണുമ്പോൾ ഞാൻ അതിലും കേരളത്തിന്റെ ആത്മാവിനെ കാണുകയാണ്. In the hard work of farmers, in the courage of the fishermen and women, your spirit shines. നമ്മുടെ കർഷകരുടെ കഠിന പ്രയത്നം കാണുമ്പോൾ, നമ്മുടെ മത്സ്യത്തൊഴിലാളികളുടെ കരുത്ത് കാണുമ്പോൾ അതിലും നമ്മുടെ കേരളത്തിന്റെ ആത്മാവ് തന്നെയാണ് പ്രതിധ്വനിക്കുന്നത്. And because in my own limited way, now that I represent a small part of our state, I have begun to understand how great and how indomitable this spirit is. ഞാൻ ഇപ്പോൾ കേരളത്തിന്റെ ഒരു ചെറിയ പ്രദേശമായിട്ടുള്ള വയനാടിനെ പ്രതിനിധീകരിക്കുമ്പോൾ വളരെ കുറച്ചു കാലം കൊണ്ട് ഞാൻ അവിടെ ഉള്ള മനുഷ്യരെ കാണുമ്പോൾ കേരളത്തിന്റെ ഈ ആത്മാവ്, കേരളത്തിന്റെ ഈ ആവേശം, ഊർജം എന്താണെന്നുള്ളത് ഞാൻ കൃത്യമായി അവിടെ മനസ്സിലാക്കുകയാണ്. People like me, who belong to the opposition party, who work in service of all of you, when we come here, bridge here, which is also named the bridge to nowhere, it's a symbol of the corruption of the state government. നിങ്ങൾ ഈ കൊല്ലത്ത് തന്നെയുള്ള അടിസ്ഥാന വികസനത്തെ സംബന്ധിച്ച് നോക്കുക. ഇവിടെ തൊട്ടടുത്ത് ഒരു പാലമുണ്ട്. ആ പാലം ഇപ്പോൾ തകർന്നു വീഴാറായിരിക്കുകയാണ്. ഇവിടുത്തെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ എത്രമാത്രം അഴിമതിയുടെ ഭാഗമായിട്ട് നമ്മൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു എന്നുള്ളത് നിങ്ങൾ കാണുക. Fishermen, fisherwomen are struggling. They cannot make ends meet. You don't need me to come from Delhi to tell you this. You already know it better than I do. നമ്മുടെ മത്സ്യത്തൊഴിലാളികൾ അവരുടെ ജീവിത ചെലവ്, അവരുടെ പ്രവർത്തന ചെലവ് വല്ലാതെ കൂടി അവർക്ക് രണ്ടറ്റം മുട്ടിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. ഞാനിത് ഇവിടെ വന്ന് പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. You had a thriving cashew industry, a thriving coir industry, both of which have completely gone down in the last year. നമുക്ക് ഇവിടെ ഏറ്റവും നല്ല രീതിയിൽ നടന്നിരുന്ന ഇവിടുത്തെ കശുവണ്ടി തൊഴിലാളികൾ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ കയർ മേഖല ഉണ്ടായിരുന്നു. പക്ഷെ അത് രണ്ടും ഇന്ന് തകർന്നു കിടക്കുന്ന അവസ്ഥയിലാണ്. Recently, when I had gone to the Middle East, I noticed that probably over 50% of the people working in the airport in Dubai, this is a time for you to vote for the UDF to bring about a change in Kerala. ഈ കേരളത്തിൽ ഒരു മാറ്റം ഉണ്ടാക്കുന്നതിന് വേണ്ടി UDFന് വേണ്ടി വോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മാറ്റമായിരിക്കും അത്. To bring about a government in your state that is answerable to you, that feels responsible to you, and that works first and foremost to fulfill your needs.